Hi friends, welcome to Anu's Kitchen. ഇന്ന് നമുക്ക് ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ലൊരു പാവയ്ക്ക തീയൽ ഉണ്ടാക്കാം. ആദ്യം ഒരു പാനിൽ ഒരു 4 വലിയ പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക. ഏകദേശം 2 കപ്പാണ്. ഇതിലൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇടാം. ഇനി തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. തേങ്ങ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് പൊടികൾ ചേർക്കണം. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ ഏറ്റവും കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി പൊടികളുടെ പച്ചപ്പ് മാറി നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ട് തന്നെ ചെയ്യണം. തീ കൂട്ടിയിട്ടാൽ ചിലപ്പോൾ ഈ തേങ്ങയും പൊടികളും ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റ് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. തേങ്ങ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിടാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടി ചേർക്കണം. വാളംപുളിയാണ്. ഈ പുളിയുടെ അളവ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി, ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെ. പാവയ്ക്കൊക്കെ പക്ഷേ തീരെ അങ്ങ് കുറഞ്ഞു പോകാതെ നോക്കണം. കുറച്ച് ആ കയ്പൊന്ന് ബാലൻസ് ചെയ്യും കുറച്ച് പുളി ഉണ്ടെങ്കിൽ. അപ്പോൾ അത് നോക്കി ചേർക്കണം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായി അരച്ചെടുക്കാം. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഞാൻ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടാം. ഇനി ഒരു 2 വറ്റൽമുളകും ഒരു വലിയ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ആദ്യം പാവയ്ക്ക എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് കയ്പൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതൊന്ന് വാടി വരുന്നതുവരെ നമുക്ക് നന്നായിട്ട് ഇത് എണ്ണയിൽ വഴറ്റിയെടുക്കാം. പാവയ്ക്ക് ഇതുപോലെ നല്ലതായിട്ടൊന്ന് വാടിക്കഴിയുമ്പം ഒരു സവോള നീളത്തിന് കനം കുറച്ചരിഞ്ഞതിടാം. ഇതിന് പകരം ചെറിയുള്ളി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും. കുറച്ച് നേരം കൂടി ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോളയും പാവയ്ക്കൊക്കെ കുറച്ചും കൂടെ ഒന്ന് മൊരിഞ്ഞ് ചെറുതായിട്ടൊന്ന് നിറം മാറാൻ തുടങ്ങണം. അതുവരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് സവോളയും പാവയ്ക്കയും ഇതുപോലെ നന്നായി മുരിഞ്ഞ് ചെറുതായിട്ട് നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഞാൻ ഏകദേശം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തീയൽ ആവശ്യത്തിന് കുറുകണം. പാവയ്ക്കയും സവോളയൊക്കെ നല്ലതായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായി വരണം. നമ്മളിത് വെച്ചിട്ട് 10 മിനിറ്റോളമായി. തീയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്ത് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കണം. പാവയ്ക്കയ്ക്ക് എത്ര കയ്പുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ശർക്കര ഇട്ടാൽ മതി. ഞാൻ യൂസ് ചെയ്ത പാവയ്ക്കയ്ക്ക് നല്ല കയ്പുണ്ട്. ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ഇടുവാണ്. ഈ ശർക്കര ചേർത്തു എന്ന് വിചാരിച്ച് തീയലിന് അങ്ങനെ മധുരം ഉണ്ടാവത്തില്ല. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഈ കയ്പും പുളിയും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് ശർക്കരയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. അപ്പോൾ അഥവാ നിങ്ങൾ യൂസ് ചെയ്യുന്ന പാവയ്ക്ക അത്ര കയ്പില്ലാത്തതാണെങ്കിലും ലാസ്റ്റ് ഒരല്പം ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 1/2 ടീസ്പൂണൊക്കെ. കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ശർക്കര ചേർത്ത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കുമ്പം ആ ഫ്ലേവർ എല്ലാം നന്നായിട്ട് അതിനകത്തോട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ എണ്ണയൊക്കെ ഈ കാണുന്ന പോലെ നല്ലതായിട്ട് തെളിഞ്ഞ് വരും. തീയൽ ആവശ്യത്തിന് കുറുകിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാവയ്ക്ക തീയൽ റെഡിയായി. നല്ല ടേസ്റ്റിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തിയാണ് പാവയ്ക്ക. അപ്പോൾ കയ്പാണെന്ന് വിചാരിച്ച് കഴിക്കാതിരിക്കരുത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ബൈ.